മഹാഭാരതം എന്ന ഇതിഹാസം ഇന്നത്തെ കാലത്തിൽ പല സിനിമകളും സീരിയലും വിലയിരുത്തുമ്പോൾ അതിൽ നിശ്ചയമായും അർഹിക്കപ്പെട്ട സ്ഥാനം കിട്ടാതെ പോയ കുറെ യോദ്ധാക്കളുണ്ട്, കുറെ വീരന്മാരായ യോദ്ധാക്കളുണ്ട്. എന്തിനേറെ പറയുന്നു, ഇങ്ങനെയൊരു യോദ്ധാവ് കുരുക്ഷേത്രത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് പോലും പലർക്കും അറിയില്ല. അത്തരമൊരു യോദ്ധാവിനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത്. പഞ്ചപാണ്ഡവരിൽ നകുലനെയും സഹദേവനെയും മുട്ടുകുത്തിച്ച മഹാരഥന്മാരായ പാഞ്ചാലത്തിന്റെ തന്നെ രാജാവായ പാഞ്ചാല നരേശനായ ധ്രുപദനെയും അദ്ദേഹത്തിന് യജ്ഞദേവന്മാരിൽ നിന്ന് ലഭിച്ച ദ്രോണ നിഗ്രഹത്തിന്റെ വജ്രായുധമായി മാറിയ ദൃഷ്ടദ്യുമ്നെയും അടിയറവ് പറഞ്ഞ് വിയർപ്പ് മുട്ടിച്ച ശിഖണ്ഡിയോടും മത്സ്യദേശത്തെ രാജാവായിരുന്ന വിരാടൻ സാക്ഷാൽ വിരാടനുമായി ഉരസി വിജയം നേടിയ ജന്മം കൊണ്ട് ക്ഷത്രിയനും കാലത്തിന്റെ അല്ലെങ്കിൽ വിധിയുടെ വിളയാട്ടത്തിൽ സൂതപുത്രനുമായി മാറിയ സാക്ഷാൽ അംഗരാജൻ വൈകർത്തനൻ കർണൻ എന്ന മഹാരഥന്റെ പ്രിയപുത്രനായിട്ടുള്ള വൃഷസേനനെ പറ്റിയാണ് ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത്. ആസ് പെർ ദി റെക്കോർഡ്സ് വൃഷസേനനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടല്ല, എന്നാൽ ബ്രീഫായിട്ടാണ് മഹാഭാരതം ബോറിയിലും KMGയിലും വർണ്ണിക്കുന്നത്. ബാക്കിയുള്ള കഥകളെല്ലാം ആഡ് ഓൺ ചെയ്തതാണ്. നമ്മൾ ഇവ രണ്ടിനെയും കോർത്തിണക്കിക്കൊണ്ടാണ് സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. വൃഷസേനൻ കർണന്റെ മൂത്ത പുത്രൻ. മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷനിലോ KMG മഹാഭാരതത്തിലോ കർണന്റെ മകനായിട്ടുള്ള വൃഷസേനന്റെ അമ്മയുടെ പേര് പരാമർശിക്കുന്നില്ല. റീജിയണൽ ടെക്സ്റ്റിലാണ് സുപ്രിയ അല്ലെങ്കിൽ വൃഷാലി എന്ന് തന്നെ കാണിക്കുന്നത്. ബോറിയിൽ കർണന്റെ മൂത്ത പുത്രൻ എന്നാണ് വൃഷസേനനെ അഭിസംബോധന ചെയ്യുന്നത്. മഹാഭാരതം എന്ന ഐതിഹാസികമായ ഈ കാവ്യത്തിൽ അനേകം മഹായോദ്ധാക്കളും മഹാരഥന്മാരും അർദ്ധരഥികളും ഉൾപ്പെടെ അനേകം യോദ്ധാക്കൾ പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ ഇവരിൽ പകുതി മുക്കാലോളം ആൾക്കാർക്ക് അർഹിക്കപ്പെട്ട സ്ഥാനം അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന ആ ഒരു ഇമേജ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ വ്യക്തമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വൃഷസേനും സാത്വികിയുമൊക്കെ. മഹാഭാരതത്തിൽ ഐതിഹാസികമായ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട സാക്ഷാൽ ഗാണ്ഡീവധാരി അർജുനന്റെ പുത്രൻ വീരപുത്രനായിട്ടുള്ള അഭിമന്യുവിനെ പറ്റി നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. 16-ാം വയസ്സിൽ 6 to 7 മഹാരഥന്മാരോട് ഒരുമിച്ച് പൊരുതി വിജയം നേടിയ, വീറിലും വാശിയിലും പോരാട്ട പ്രകടനത്തിലും അതുല്യമായ അഭിമന്യുവിനെ പറ്റി അറിയാത്തവർ വളരെ കുറവായിരിക്കും. എന്നാൽ അഭിമന്യുവിനെ പോലെ തന്നെ 2-3 വയസ്സ് മാത്രം കൂടുതലുള്ള വൃഷസേനനെ പറ്റി അധികം ആരും അറിയില്ല. എന്തിനേറെ പറയുന്നു, മഹാഭാരതത്തിൽ കർണപുത്രനായിട്ടുള്ള വൃഷസേനന്റെ വയസ്സ് 17-നും 19-നും ഇടയ്ക്കാണെന്നാണ് പരാമർശിക്കുന്നത്. പോരാട്ട വീര്യത്തിലും യുദ്ധതന്ത്രത്തിലും അച്ഛനോളം അല്ലെങ്കിൽ സാക്ഷാൽ വൈകർത്തനൻ കർണനോട് തുല്യമായ പ്രകടനമായിരുന്നു വൃഷസേനൻ കാഴ്ചവെച്ചിരുന്നതെന്നത് കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അഭിമന്യു ഒരു തരത്തിൽ സുപ്പീരിയർ ആയിരുന്നുവെങ്കിലും ആ ഒരു കാര്യത്തിൽ പോലും, അതായത് ധനുർവേദത്തിൽ പോലും നിപുണനായിരുന്നു വൃഷസേനൻ. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അഭിമന്യുവിനെ ട്രെയിൻ ചെയ്യാതിരുന്നത് സാക്ഷാൽ ഗോഡായിട്ടുള്ള കൃഷ്ണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമിയും ബലരാമനും അതുല്യനായിട്ടുള്ള അർജുനനുമാണ് അഭിമന്യുവിനെ ട്രെയിൻ ചെയ്തിരുന്നുവെങ്കിൽ അതേ തരത്തിലുള്ള ധനുർവിദ്യ കരസ്ഥമാക്കിയത് തൻ്റെ പിതാവായിട്ടുള്ള അംഗരാജാവായിട്ടുള്ള സൂതപുത്രനായിട്ടുള്ള സൂര്യപുത്രനായിട്ടുള്ള വൈകർത്തനൻ കർണനിൽ നിന്നായിരുന്നു. മഹാഭാരതം എന്ന ഇതിഹാസം നമ്മളൊന്ന് അനലൈസ് ചെയ്ത് വൃഷസേനന്റെ ബാറ്റിൽസ് എല്ലാം ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം യുദ്ധത്തിൽ പ്രത്യേകിച്ചും ധനുർവേദത്തിൽ നിപുണൻ തന്നെയായിരുന്നു. അംഗരാജൻ കർണൻ, അതെ, അംഗ എന്ന പ്രദേശത്തിലെ യുവരാജാവായിരുന്നു വൃഷസേനൻ. മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷനിലും KMG മഹാഭാരതത്തിലും ദ്രോണപർവത്തിലും കർണപർവത്തിലുമാണ് വൃഷസേനനെ പറ്റി പരാമർശിക്കുന്നത്. അസാമാന്യമായിട്ടുള്ള രഥയുദ്ധം തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കഴിവ്. അലോങ് സൈഡ് വിത്ത് ആർച്ചറി, അതായത് ധനുർവേദവും അസാമാന്യമായിട്ടുള്ള രഥയുദ്ധവുമായിരുന്നു വൃഷസേനന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകൾ. എന്തിനേറെ പറയുന്നു, അച്ഛന്റെ അംഗരാജാവായിട്ടുള്ള സാക്ഷാൽ കർണന്റെ തനിപ്പകർപ്പ് അത് ധനുർവേദത്തിലായാലും ധൈര്യത്തിലായാലും യോദ്ധാവിന്റെ ആത്മാവിലായാലും ആ ഒരു പോരാട്ട വീര്യം നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. കർണന്റെ ഒരു പ്രതിഫലനം തന്നെയായിരുന്നു വൃഷസേനൻ. വൃഷസേനന്റെ കുരുക്ഷേത്രത്തിലെ പ്രധാന എതിരാളികളെ നോക്കുകയാണെങ്കിൽ എല്ലാ ഉപപാണ്ഡവന്മാരും, എന്തിനേറെ പറയുന്നു, പഞ്ചപാണ്ഡവരിൽ യുധിഷ്ഠിരനും അർജുനനും ഭീമനും ഒഴികെയുള്ള 2 പേരിലെ, അതെ, ആ മാതൃപുത്രന്മാരായിട്ടുള്ള നകുലനും സഹദേവനും, ഈ നകുലനും സഹദേവൻ പോലും ഈ ഒരു ബാലന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കുവാനായിട്ടില്ല.
അതുകൂടാതെ തന്നെ പാഞ്ചാല നരേശനായിട്ടുള്ള, അതെ, നമ്മുടെ ദ്രോണാചാര്യർ ഒരു ഗുരുദക്ഷിണ ചോദിച്ചിരുന്നല്ലോ അർജുനനോടും കൗരവരോടും അവരുടെ എൻറ്റയർ ആ പ്രിൻസസിനോടെല്ലാം. ദ്രുപദന്റെ ആ ഒരു പതനം, അത്തരവും ലെവലിൽ നിൽക്കുന്ന ഒരു യോദ്ധാവിനെ, അതായത് ഒരു എസ് റാങ്കിൽ നിൽക്കുന്ന ഒരു യോദ്ധാവിനെ പോലും തോൽപ്പിച്ച് ഓവർ പവേർഡ് ചെയ്ത ഒരാളാണ് ഈ പറഞ്ഞ വൃഷസേനൻ. പറഞ്ഞു വരുന്നത് പാഞ്ചാല നരേശനായിട്ടുള്ള ദ്രൗപദിയുടെ പിതാവായിട്ടുള്ള ദ്രുപദനെ പറ്റിയാണ്. ഈ ദ്രുപദൻ ദേവന്മാരിൽ നിന്നും വരദാനമായി മാറിയ, അതായത് ദ്രോണ നിഗ്രഹത്തിന് വേണ്ടി മാത്രം ഒരു മകനെ വേണമെന്ന് ആവശ്യപ്പെട്ട് പാണ്ഡവരുടെ ചീഫ് ഇൻ കമാൻഡർ അല്ലെങ്കിൽ ഏറ്റവും വലിയ സർവ്വസേന സൈന്യാധിപനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനെയും ഈ കർണപുത്രൻ വൃഷസേനൻ ഓവർ പവർ ചെയ്യുന്നുണ്ട്. റീജിയണൽ ടെക്സ്റ്റുകളിൽ മത്സ്യദേശത്തിന്റെ രാജാവായിട്ടിരുന്ന വിരാടനെ തോൽപ്പിക്കുകയും അവിടെ നിന്ന് വിരാടനെ സംരക്ഷിക്കുവാനായി വിരാടന്റെ ജാമാതാവായിട്ടുള്ള അഭിമന്യു വരികയും പിന്നീട് അഭിമന്യുവും കർണപുത്രനായിട്ടുള്ള വൃഷസേനനും തമ്മിലുള്ള ഒരു ദ്വന്ദ്വ തന്നെ സാക്ഷിയാകുകയും എന്നുള്ള കഥയുണ്ട്. അതിലേക്കൊക്കെ വരും മുമ്പ് ബോറിയിലും KMG മഹാഭാരതത്തിലും വൃഷസേനൻ നടത്തിയിട്ടുള്ള പോരാട്ട വീര്യത്തേനെ കുറിച്ച് നമുക്ക് നോക്കാം. ലോകം മുഴുവൻ കുരുക്ഷേത്രത്തിലെ രക്തത്തിൽ കുതിർന്ന വയലുകളെ, അർജുനനെയും ഭീമനെയും കർണനെയും ദുര്യോധനെയും ഒക്കെ വീക്ഷിക്കുമ്പോൾ ഒരു യുവസിംഹം പാണ്ഡവ പാളയത്തിലെ വീരന്മാരെ പോലും താഴ്ത്തിക്കെട്ടി. അതായിരുന്നു കുരുക്ഷേത്രത്തിൽ വൃഷസേനൻ. അഭിമന്യു കൗരവർക്ക് യുദ്ധത്തിൽ ഉടനീളം എങ്ങനെ ഒരു തലവേദന ആയിരുന്നുവോ അതുപോലെ തന്നെയായിരുന്നു വൃഷസേനൻ പാണ്ഡവർക്കും. അതിലൊരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിന്റെ 10ാം ദിവസം കഴിഞ്ഞ്, അതായത് ഭീഷ്മാചാര്യർ, മഹാമയനായിട്ടുള്ള ഭീഷ്മാചാര്യരുടെ പതനത്തിന് ശേഷമാണ് അംഗരാജൻ സാക്ഷാൽ വൈകൃതനൻ മഹാരഥനായിട്ടുള്ള കർണനും കർണപുത്രനായിട്ടുള്ള വൃഷസേനനും കൗരവരുടെ പക്ഷം ചേർന്ന് പാണ്ഡവരെ എതിർത്ത് യുദ്ധത്തിൽ രംഗപ്രവേശനം നടത്തുന്നത്. അതെ, പല ടെക്സ്റ്റുകളിലും കർണനേക്കാൾ മുമ്പ് വൃഷസേനൻ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ബോറിയിലും KMGയിലും കർണൻ യുദ്ധത്തിന് പങ്കെടുത്തപ്പോൾ തൊട്ടാണ് വൃഷസേനനും പങ്കെടുത്തതെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇവയിൽ ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവുന്നത് ശിവാജി സാവന്തിൻ്റെ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് നോവൽസ് ആയിട്ടുള്ള കർണൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ഈ നോവലിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മിക്ക ആൾക്കാരും കർണൻ്റെ പല കഥകളും വീക്ഷിക്കുന്നതും അത് മഹാഭാരതത്തിൽ ഉള്ളത് എന്നൊരു തരത്തിൽ പറയുന്നതും. സത്യാവസ്ഥ എന്തെന്നാൽ അതൊരു ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു കാവ്യം തന്നെയാണ്. എന്നാൽ അത് കർണൻ്റെ പേഴ്സ്പെക്റ്റീവ് മാത്രം കണ്ടുകൊണ്ടുള്ള ഇറക്കിയ ഒരു ബുക്കാണ്. ആ ഒരു എൻ്റയർ ബുക്കും നമ്മുടെ ചാനലിൽ ഓഡിയോ ബുക്സ് ആയിട്ട് കർണൻ എന്ന് പറയുന്ന ആ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ശിവാജി സാവന്തിൻ്റെ കർണൻ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് ഫുള്ളും നമ്മൾ കവർ ചെയ്തതാണ്. എന്നിരുന്നാലും ഈ ഒരു ബോറി ക്രിട്ടിക്കൽ എഡിഷൻ അല്ലെങ്കിൽ ഒതന്റിക് വേർഷൻ ഓഫ് മഹാഭാരതത്തിൽ യുദ്ധത്തിന്റെ 11ാം ദിവസം തൊട്ടാണ് വൃഷസേനനും കർണനും യുദ്ധത്തിൽ പങ്കെടുക്കുന്നത്. വൃഷസേനന്റെ കാര്യമാണ് എടുത്തു പറയുന്നത്, കാരണം 11ാം ദിവസമാണ് പങ്കെടുക്കുന്നതെന്നും എല്ലാ റീജിയണൽ ടെക്സ്റ്റും പറയുന്നുണ്ട്. സോ യുദ്ധത്തിന്റെ 11ാം ദിവസം കർണനും വൃഷസേനനും യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ തുടങ്ങുന്നു. യുദ്ധത്തിന്റെ 11ാം ദിവസത്തിൽ തന്നെ മെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊമിനന്റ് വാരിയേഴ്സിനെ ഒന്നും വൃഷസേനൻ നേരിടുന്നില്ല. അദ്ദേഹത്തെ പറ്റി മഹാഭാരതം വർണ്ണിക്കുന്നത് അനേകമായിരം പടയാളികളെ വൃഷസേനൻ പരാജയപ്പെടുത്തിയെന്നാണ്. അതായത് ഫുഡ് സോൾജിയേഴ്സ് അല്ലെങ്കിൽ സാധാരണ യോദ്ധാക്കൾ. മെയിൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യുവലും 1-on-1 ബാറ്റിലും യുദ്ധത്തിന്റെ 11ാം ദിവസം വൃഷസേനൻ ചെയ്തിട്ടില്ല. എന്നാൽ യുദ്ധത്തിന്റെ 12ാം ദിവസമാണ് മത്സ്യദേശത്തിലെ അല്ലെങ്കിൽ വിരാടത്തിലെ രാജാവായിട്ടുള്ള വിരാടനെ നമ്മുടെ വൃഷസേനൻ എതിർക്കുന്നത്. ഇതിൽ മത്സ്യദേശത്തോടൊപ്പം ചേർന്നിട്ടുള്ള അനേക നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരെയും വൃഷസേനൻ ഒറ്റയ്ക്ക് അന്ന് പരാജയപ്പെടുത്തുന്നുണ്ട്. റീജിയണൽ ടെക്സ്റ്റുകളിലെ കഥയനുസരിച്ച് ഈ ഒരു യുദ്ധത്തിൽ, അതായത് വിരാടനും വൃഷസേനനുമായിട്ടുള്ള യുദ്ധത്തിൽ വിരാടനെ ഏറെക്കുറെ തോൽപ്പിച്ചു നമ്മുടെ വൃഷസേനൻ. ആ ഒരു സമയത്ത് നമ്മുടെ ഗാണ്ഡീവധാരി അർജുനന്റെ പുത്രനായിട്ടുള്ള അഭിമന്യു വന്നിട്ട് വിരാടനെ രക്ഷിക്കുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് അഭിമന്യുവും വൃഷസേനനും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി എന്നാണ് റീജിയണൽ ടെക്സ്റ്റുകളിൽ പറയുന്നത്. എന്നാൽ ബോറിയിലോ KMGയിലോ ഇങ്ങനെ ഒരു 1-on-1 ഡ്യുവൽ നടന്നതായി പറയുന്നില്ല. എന്നാൽ ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് നടന്നത് യുദ്ധത്തിന്റെ 12ാം ദിവസമല്ല, മറിച്ച് 13ാം ദിവസമാണ്. അതായത് യുദ്ധത്തിന്റെ 13ാം ദിവസം പാണ്ഡവർക്ക് ഒരു കറുത്ത ദിവസം തന്നെയായിരുന്നല്ലോ. സാക്ഷാൽ ദ്രോണർ, അതുല്യനായ ദ്രോണാചാര്യരുടെ അപരാജിതമായിട്ടുള്ള ആ സേനയുടെ മുമ്പിൽ അഭിമന്യുവിനെ മുട്ടുമടക്കേണ്ടി വന്നു. ഒരുതരം ചതിയിലൂടെ അഭിമന്യുവിനെ പുറകിൽ നിന്ന് ആക്രമിച്ച 6 മഹാരഥന്മാർ ചേർന്ന് അഭിമന്യുയെ വീഴ്ത്തുകയുണ്ടായി. ഈ മഹാരഥന്മാരുടെ കൂട്ടത്തിൽ വൃഷസേനനും ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. എന്നാൽ മഹാഭാരതം ബോറിയിൽ ഈ ഒരു യുദ്ധ വൃഷസേനനെ അഭിമന്യു പരാജയപ്പെടുത്തി എന്നാണ് പറയുന്നത്.
രണ്ടുപേരും തുല്യമായിട്ടുള്ള ധനുർവേദ യുദ്ധങ്ങളിൽ പ്രാവീണ്യമുള്ളവരായിരുന്നുവെന്നും രണ്ടുപേരുടെ യുദ്ധം കുറച്ചു സമയം നീണ്ടുപോയി എന്നും അവരുടെ പോരാട്ട വീര്യം കണ്ട് കാണികളായി പടയാളികൾ മാറിയെന്നും മഹാഭാരതം വർണ്ണിക്കുന്നുണ്ട്. എന്നിരുന്നാലും പോർവീരത്തിന്റെ ഉച്ചസ്ഥാനിയിൽ നിന്നിരുന്ന അഭിമന്യുവിന്റെ, അതായത് അഭിമന്യു ഇപ്പം മഹാരഥന്മാരോടാണ് ഇങ്ങനെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്യുവർ അഡ്രിനാലിൻ പീക്കിലാണ് നിൽക്കുന്നത്. സോ ആ ഒരു ടൈമിൽ അഭിമന്യു വൃഷസേനനെ ഓവർ പവർ ചെയ്യുകയും വൃഷസേനന്റെ വില്ല് മുറിക്കുകയും ചെയ്തു എന്ന് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നു. എന്നാൽ ഈ ഒരു ഫൈറ്റും സ്റ്റാൻഡ് അലോൺ ആയിരുന്നില്ല എന്നാണ് ബോറി പറയുന്നത്. അതായത് വൃഷസേനോടൊപ്പം കുറേ ആൾക്കാരും അഭിമന്യുവിനെ അറ്റാക്ക് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ ഒരു സമയത്ത് അറ്റാക്ക് ചെയ്യാൻ മുൻപന്തിയിൽ നിന്നിരുന്ന യോദ്ധാവാണ് വൃഷസേനൻ. എന്നാൽ വൃഷസേനൻ ഒറ്റയ്ക്കല്ലായിരുന്നു. വൃഷസേനന്റെ കൂടെ പടയാളികളും ഉണ്ടായിരുന്നു, അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരും ഉണ്ടായിരുന്നു എന്നാണ് ബോറി പറയുന്നത്. ഇവർ തമ്മിലുള്ള ഒരു സ്റ്റാൻഡ് അലോൺ ഡ്യുവല് മഹാഭാരതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ പല റീജിയണൽ ടെക്സ്റ്റിലും അഭിമന്യുവും വൃഷസേനനും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുകയും ആ യുദ്ധത്തിനെ വർണ്ണിച്ച് കുറേ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു സമാനമായിട്ടുള്ള അന്തരീക്ഷം ബോറി ക്രിട്ടിക്കൽ എഡിഷനിലോ KMG മഹാഭാരതത്തിലോ പറയുന്നില്ല. ഇപ്പോൾ പറഞ്ഞതുപോലെ KMGയിലും ബോറിയിലും പറയുന്നത് 11-ാം ദിവസം പ്രധാനമായും പടയാളികളെയാണ് വൃഷസേനൻ ആക്രമിച്ചത്. 12-ാം ദിവസം മത്സ്യദേശത്തിലെ രാജാവായിട്ടുള്ള വിരാടനെ പരാജയപ്പെടുത്തിയെന്നും പറയുന്നുണ്ട്. എന്നാൽ അഭിമന്യു വന്ന് അവരെ രക്ഷിച്ചു എന്നുള്ള കാര്യം പറയുന്നില്ല. 13-ാം ദിവസം ചക്രവ്യൂഹത്തിൽ അഭിമന്യു ഉൾപ്പെടുകയും ആ ചക്രവ്യൂഹത്തിൻ്റെ അകത്ത് മഹാരഥന്മാരോടൊപ്പം തന്നെ വൃഷസേനൻ ഉണ്ടാകുകയും അതിൻ്റെ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ വൃഷസേനും അഭിമന്യുവും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകും. എന്നാലും അത് 1-on-1 ഡ്യുവൽ ആയിരുന്നില്ല എന്നാണ് ഈ ഒരു ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത്. പിന്നെ നമുക്കറിയാലോ 13-ാം ദിവസം തന്നെ അഭിമന്യു മരണപ്പെടുകയാണ് ഉണ്ടാകുന്നത്. സോ അത് കഴിഞ്ഞിട്ടും ഒരു ചാൻസും ഇല്ല. സോ ഒരു സ്റ്റാൻഡ് അലോൺ ബാറ്റിൽ എടുത്ത് നമുക്ക് അഭിമന്യുവിനെയും വൃഷസേനനെയും അളക്കുവാൻ നമുക്ക് സാധിക്കില്ല. എന്നിരുന്നാലും മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷൻ അനുസരിച്ച് ഈ ഒരു ഡ്യുവലിലും, അതായത് അഭിമന്യുവും വൃഷസേനും ഏറ്റുമുട്ടലുണ്ടായപ്പോൾ പോലും അഭിമന്യുവിനായിരുന്നു മേൽക്കൈ കൂടുതൽ. മഹാഭാരതത്തിൽ യുദ്ധത്തിന്റെ 13-ാം ദിവസത്തിൽ നമ്മുടെ വൃഷസേനൻ കാണിച്ച വേറൊരു മാസീനായിരുന്നു ശിഖണ്ഡിനെയും ദൃഷ്ടദ്യുമ്നെയും ഓവർ പവർ ചെയ്യുക എന്നത്. നമുക്കറിയാം, പാണ്ഡവരുടെ സർവ്വ സൈന്യാധിപനാണ് ദൃഷ്ടദ്യുമ്നൻ. അദ്ദേഹം ഒരു ചില്ലറ യോദ്ധാവൊന്നും ആയിരുന്നില്ല. ദ്രോണ നിഗ്രഹത്തിന് വേണ്ടി മാത്രം വിധിയാൽ നിർമ്മിക്കപ്പെട്ട ഒരു യോദ്ധാവാണ് അദ്ദേഹം. അത്തരമൊരു യോദ്ധാവിനെ കേവലം ഈ 17 അല്ലെങ്കിൽ 18 വയസ്സുള്ള ഒരു യുവാവ് തോൽപ്പിക്കുകയാണ് ഉണ്ടായത്. ദൃഷ്ടദ്യുമ്നെ രക്ഷിക്കുവാൻ വേണ്ടി അവസാനം ശിഖണ്ഡി തന്നെ വരേണ്ടി വന്നിരുന്നു. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചാണ് വൃഷസേന നേരിടുന്നത് എന്നുള്ളത് വൈറ്റൽ ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. പിന്നീട് യുദ്ധത്തിന്റെ 14-ാം ദിവസം, അതെ, ഘടോത്കചൻ ഒരു ഭീകരമായ അന്തരീക്ഷം തന്നെ ഉണ്ടാക്കിയ ആ ഒരു രാത്രി ആരും തന്നെ മറക്കില്ല. മഹാഭാരതത്തിൽ രാത്രി യുദ്ധം ഇല്ല എന്ന് മഹാമാനായിട്ടുള്ള ഭീഷ്മാചാര്യർ പറഞ്ഞു. ഭീഷ്മാചാര്യരുടെ പതനത്തിന് ശേഷം ആ ഒരു നിയമങ്ങളെല്ലാം തെറ്റുവാൻ തുടങ്ങി. അന്ന് ആ രാത്രിയിൽ തന്നെ ഘടോത്കചൻ കൗരവ പടയെ ഒന്നടങ്കം തന്നെ ഉന്മൂലന നാശനം ചെയ്തേനെ. അതിൽ നിന്ന് രക്ഷിച്ചത് ഈ പറഞ്ഞ വൃഷസേനന്റെ പിതാവായിട്ടുള്ള അംഗരാജാവായ സാക്ഷാൽ മഹാരഥനായിട്ടുള്ള വൈകൃതനൻ കർണനാണ്. കർണന് ഇന്ദ്രദേവനിൽ നിന്ന് കിട്ടിയ വാസവി ശക്തി എന്ന് പറയുന്ന ആ ഒരു വേലുപയോഗിച്ചാണ് ഘടോത്കചനെ പരാജയപ്പെടുത്തുന്നത്. അന്ന് ഘടോത്കചന്റെ കയ്യിൽ നിന്നും ദുര്യോധനെ രക്ഷിക്കുവാൻ വേണ്ടി മുൻനിരയിൽ നിന്ന യോദ്ധാക്കളിൽ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു യോദ്ധാവ് തന്നെയായിരുന്നു വൃഷസേനൻ. ഒന്ന് ഓർത്തു നോക്കണം, ഈ രാക്ഷസന്മാരെ രാത്രിയിൽ ഇവരുടെ പവർ എന്ന് പറഞ്ഞാൽ അറ്റ് ഇറ്റ്സ് പീക്ക് ലെവലായിരിക്കും. ആ ഒരു ടൈമിൽ ഘടോത്കചൻ മാത്രമല്ല, ഘടോത്കചന്റെ കൂടെ ബാക്കിയുള്ള ചെറിയ ചെറിയ രാക്ഷസന്മാരും ഉണ്ടായിരുന്നു. ഇവരെല്ലാം വലിയ ഒരു ഹാവോക്ക് തന്നെയാണ് അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഇതിൻ്റെ ഇടയിൽ നിന്ന് ആ ഒരു ദുര്യോധനെ രക്ഷിക്കുക എന്നുള്ള ഒരു കർത്തവ്യം എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമാണ്. പകുതി കൗരവ പടയിലെ മിക്ക സേനാനായകന്മാരും പേടിച്ച് ഓടുകയാണ്, ചിന്ന ഭിന്നമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടുകയാണ്. ആ ഒരു ടൈമിൽ കേവലം 17 വയസ്സുള്ള ഒരു ബാലൻ മുൻനിരയിൽ നിൽക്കുകയാണ്. കർണനോടൊപ്പം തന്നെ ആ ഒരു ദുര്യോധനൻ എന്ന് പറയുന്ന യുവരാജാവിനെ ഡിഫെൻഡ് ചെയ്യുവാൻ വേണ്ടി. സോ ഈ ഒരു സമയത്ത് അനേകം കൗരവ യോദ്ധാക്കളെ വൃഷസേനൻ സംരക്ഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. ഈ ഒരു സമയത്താണ് ദ്രുപദനായിട്ടുള്ള യുദ്ധം. പാഞ്ചാല നരേശൻ ദ്രൗപദിയുടെ പിതാവായിട്ടുള്ള ദൃഷ്ടദ്യുമ്നന്റെയും ശിഖണ്ഡിയുടെയും ദ്രൗപദിയുടെ പിതാവായിട്ടുള്ള സാക്ഷാൽ ഗുരു ദ്രോണാചാര്യരുടെ മിത്രമായിരുന്ന അവരൊരേ ഗുരുകുലത്തിൽ പഠിച്ചാന്ന് ഓർക്കണം. അത്തരമൊരു യോദ്ധാവ്, ഒരു മഹാരഥനായിട്ടുള്ള ദ്രുപദനുമായിട്ടുള്ള ഒരു യുദ്ധം. ഈ ഒരു യുദ്ധം വൃഷസേനന്റെ സ്റ്റാൻഡ് അലോൺ യുദ്ധങ്ങളിൽ പ്രമുഖമായ ഒരു യുദ്ധമാണ്. അതായത് 1-on-1 ഡ്യുവൽ എന്നൊക്കെ പറയല്ലേ, അതുപോലത്തെ ഒരു യുദ്ധമായിരുന്നു. യുദ്ധം പ്രധാനമായും ധനുർവേദത്തിലും അല്ലെങ്കിൽ ആർച്ചറി ബേസ്ഡ് ആയിട്ടായിരുന്നു. ദ്രുപദനെ
റിട്രീറ്റ് ചെയ്യാൻ ഫോഴ്സ് ചെയ്യിപ്പിച്ചു എന്നാണ് മഹാഭാരതം ബോറി ക്രിട്ടിക്കൽ എഡിഷൻ നമ്മുടെ വൃഷസേനനെ പറ്റി പറയുന്നത്. ഒന്ന് ഓർത്ത് നോക്കണം, ദ്രുപദൻ എന്ന് പറയുന്ന സാധാരണ ഒരു യോദ്ധാവൊന്നുമല്ല. ദ്രുപദൻ്റെ ആ ഒരു പ്രൗഢിയും ഗാംഭീര്യവും യുദ്ധത്തിലുള്ള പോർവീരവും ഒക്കെ നമ്മൾ ഉടനീളം കണ്ടിട്ടുള്ളതാണ് കുരുക്ഷേത്രത്തിൽ. അത്തരമൊരു യോദ്ധാവിന് ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമുണ്ട് കേട്ടോ. സോ ഇത്രയും അനുഭവ സമ്പത്തുള്ള ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു യോദ്ധാവിന് 17-18 വയസ്സുള്ള ഒരു ബാലകൻ അവിടെ നിന്ന് റിട്രീറ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഊഹിക്കാവുന്നേ ഉള്ളൂ വൃഷസേനൻ എന്ന് പറയുന്ന യോദ്ധാവിൻ്റെ ആ ഒരു സ്ട്രെങ്ത് എന്താന്ന്. അസാമാന്യ സാമർഥ്യം എന്ന് തന്നെ പറയേണ്ടി വരും. അസാമാന്യമായിട്ടുള്ള സാമർഥ്യമുള്ള യോദ്ധാവായിരുന്നു വൃഷസേനൻ. ദ്രുപദനും വൃഷസേനുമായിട്ടുള്ള യുദ്ധം കൃത്യം പറയുകയാണെങ്കിൽ ഒരു ഒന്നൊന്നര ഐറ്റം തന്നെയായിരുന്നു. രണ്ടുപേരും ശക്തമായി തന്നെ പോരാടി അവസാനം വൃഷസേനൻ ദ്രുപദൻ്റെ വില്ലു മുറിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ രഥം അവിടെ പൊളിച്ചു. ദ്രുപദൻ്റെ രഥം അവിടെ ഉന്മൂലനാശം ചെയ്തു നമ്മുടെ വൃഷസേനൻ. അതോടൊപ്പം തന്നെ ദ്രുപദനെ പരിഹസിച്ചിട്ടാണ് വിടുന്നത്. അതായത് ആരൊക്കെ വൃഷസേനൻ 1-on-1 ബാറ്റിൽ, അതായത് ഇനി പറയും തോറുന്ന ഞാൻ ഇനി നകുലൻ്റെ സഹദേവൻ്റെ കാര്യം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഹ്യൂമിലിയേറ്റ് അല്ലെങ്കിൽ നാണം കെടുത്തിയാണ് വൃഷസേനൻ വരുന്നത്. അതും ഇത്രയും വലിയ യോദ്ധാക്കളെ അത്രയും അവരുടെ ആ ഒരു സേനകളുടെ മുമ്പിൽ വെച്ച് പടയാളികളുടെ മുമ്പിൽ വെച്ചാണ് നാണം കെടുത്തതെന്ന് ഓർക്കണം. സോ അങ്ങനെ നാണം കെടുത്തിയാണ് ദ്രുപദനെ അന്നത്തെ ആ ഒരു യുദ്ധത്തിൽ പിന്നീട് നമ്മുടെ വൃഷസേനൻ വിടുന്നത്. സോ ഈ ഒരു ഒറ്റ യുദ്ധത്തിലാണ് നമ്മുടെ പാണ്ഡവർക്ക് വൃഷസേനൊരു ത്രട്ടാന്നുള്ള തരത്തിലുള്ള ഒരു കാര്യം വന്നത്. അതായത് അതുവരെ വൃഷസേനെ വലിയ കാര്യമായിട്ട് ഇവർ ഗവനിച്ചതേ ഇരുന്നില്ല. എന്നാൽ ദ്രുപദനെ പരാജയപ്പെടുത്തിയപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി, ഇവനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകുകയില്ല, ഇവനൊരു തലവേദനയാവും, ഇവനെ കൈകാര്യം ചെയ്യേണ്ട സമയമായി എന്ന്. സോ അന്നപ്പോൾ തൊട്ടാണ് വൃഷസേനെ ആ ഒരു യോദ്ധാവിൻ്റെ കണക്കിൽ പാണ്ഡവർ പരിഗണിക്കുന്നത് തന്നെ. ഇനി യുദ്ധത്തിൻ്റെ 16-ാം ദിവസത്തിലായിരുന്നല്ലോ കർണൻ്റെ ആ ഒരു ചീഫ് കമാൻഡറായി മാറിയത്. അതല്ലെങ്കിൽ കർണൻ സർവ്വസൈന്യാധിപനായി കൗരവപ്പടയുടെ ചുമതല ഏറ്റെടുക്കുന്നത്. സോ 16-ാം ദിവസം തൊട്ട് വൃഷസേനൻ വേറൊരു മോഡ് ഓഫ് യുദ്ധം തന്നെയായിരുന്നെന്ന് പറയാം. അതുവരെ കണ്ടിരുന്ന വൃഷസേനൻ അല്ലായിരുന്നു. ഇച്ചിരിയും കൂടെ വീരവും വാശിയും പോർവീര്യവും എല്ലാം ഒത്തിണങ്ങിയ ഒരു ഒന്നൊന്നര യോദ്ധാവായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയ ഒരു ഒന്നൊന്നര യോദ്ധാവായിട്ടാണ് വൃഷസേനൻ 16-17 ദിവസങ്ങളിൽ കുരുക്ഷേത്രത്തിൽ വിഹരിച്ചുകൊണ്ടിരുന്നത്. വൃഷസേനൻ്റെ ഏറ്റവും വലിയ പോരാട്ടം പക്ഷെ നടക്കുന്നത് 17-ാം ദിവസമാണ്. ഈ 17-ാം ദിവസം തന്നെയായിരുന്നു വിധി മാറ്റി എഴുതിയതും വൃഷസേനൻ്റെ. എടുത്തു പറയുകയാണെങ്കിൽ 17-ാം ദിവസത്തിൽ എല്ലാ ഉപപാണ്ഡവന്മാരെയും പേരെടുത്ത് പറയുകയാണെങ്കിൽ ശാന്തനീകൻ, സുതസോമൻ, ശ്രുതകർമാവ്, ശ്രുതസേന, പ്രതിവിന്ധ്യൻ എന്നീ 5 ഉപപാണ്ഡവന്മാരെയും സിംഗിൾ ഹാൻഡിലി വൃഷസേനൻ പരാജയപ്പെടുത്തുന്നുണ്ട്. അവരുടെ വില്ലു മുറിക്കുകയും അവരുടെ രഥം ഡിസ്ട്രോയ് ചെയ്യുകയും അവരെ യുദ്ധത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു നമ്മുടെ വൃഷസേനൻ. KMG മഹാഭാരതത്തിൽ വൃഷസേനൻ ഉപപാണ്ഡവർക്കെതിരെ നടത്തിയ ആ ഒരു യുദ്ധത്തിൽ അതികഠോരവും ക്രൂരവുമാണെന്നാണ് KMG മഹാഭാരതം അടിവരയിട്ട് പറയുന്നത്. സോ അച്ഛൻ്റെ അതേ പോരാട്ട വീര്യവും സാമർഥ്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായി നമുക്ക് പറയുവാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമ്മുടെ വൃഷസേനൻ നേരിടുന്നത് പഞ്ചപാണ്ഡവരിൽ 5-ാമനായിട്ടുള്ള സഹദേവനെയാണ്. പാണ്ഡവരിലെ 5-ാമൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു റേഞ്ച് ഊഹിക്കാം. പിന്നെ സഹദേവൻ ഒരു ചില്ലറ യോദ്ധാവൊന്നും ആയിരുന്നില്ല. വാൾപ്പയറ്റിൽ നിപുണനും അതുല്യനുമായിരുന്നു ഈ സഹദേവൻ. അത്തരമൊരു യോദ്ധാവിൻ്റെ ഓർക്കണം, ദേവന്മാരുടെ വരപ്രസാദം കിട്ടിയ പഞ്ചപാണ്ഡവരിൽ 5-ാമനായിട്ടുള്ള സഹദേവൻ്റെ വില്ലുമുറിക്കുകയും അദ്ദേഹത്തിൻ്റെ രഥം നാശമാക്കുകയും നാമാവിശേഷമാക്കുകയും അദ്ദേഹത്തിനെ തോര ശരവർഷം കൊണ്ട് ആക്രമിക്കുകയും ചെയ്ത ഒരു യോദ്ധാവായിരുന്നു ഈ 18 വയസ്സുകാരൻ വൃഷസേനൻ. ദ്രോണപർവ്വത്തിൽ പറയുന്നുണ്ട്, വൃഷസേനനുമായിട്ടുള്ള ആ ഒരു ഏറ്റുമുട്ടലിന് ശേഷം സഹദേവൻ മോഹാലസ്യപ്പെട്ട് വീഴുകയും യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാൻ ഫോഴ്സ് ചെയ്യുകയും ചെയ്യപ്പെട്ടു എന്ന്. അതായത് സഹദേവനെ പോലെയുള്ള പാണ്ഡവ രാജകുമാരനെ പോലും നേരിടുവാൻ വൃഷസേനന് എങ്ങനെ കഴിയുമെന്ന് കാണിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീര്യത്തെ ഇവിടെ പ്രശംസിക്കുകയാണ് വ്യാസൻ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഹദേവനെയും പരാജയപ്പെടുത്തുമ്പോൾ അന്യായ രീതിയിൽ നാണം കെടുത്തിയാണ് സഹദേവനെയും വിടുന്നത്. സഹദേവനെ അവിടെ നിന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് സാത്വികയാണ്. സാത്വികി വന്നുകൊണ്ട് സഹദേവനെ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റിക്കൊണ്ട് പോവുകയാണ് അവിടെ ഉണ്ടായത്. സാത്വികയുമായിട്ടുള്ള ഒരു യുദ്ധം നേരിട്ടതായി പറയുന്നില്ല മഹാഭാരതം. സഹദേവനെ തോൽപ്പിക്കുന്ന അല്ലെ പരാജയപ്പെടുത്തുന്നത് കണ്ടുകൊണ്ട് നിന്ന നകുലിന് ഇതൊട്ടും സഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നാണം കെടുത്തിയാണ് സഹദേവനെ വിടുന്നത്. അത് കണ്ടു കഴിഞ്ഞ് ഭയങ്കര റേജ്ഫുൾ ആയിട്ട് നമ്മുടെ നകുലൻ വൃഷസേനോട് ഏറ്റുമുട്ടുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ നകുലൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കുതിരകളെ മെരുക്കുന്നതിൽ നിപുണനാണെന്ന് മാത്രമേ വൃഷസേനൻ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ആനിമൽസ് അല്ലെങ്കിൽ കുതിരകളുടെ പേരിൽ കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് നകുലൻ എന്ന പഞ്ചപാണ്ഡവരിലെ നാലാമനായിട്ടുള്ള, മഹാഭാരതം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടോപ്പ് 20 വരുന്ന ഒരു വാരിയർ തന്നെയാണ് നമ്മുടെ ഈ നകുലൻ. നകുലനെ പോലും അവിടെ വെച്ച് വൃഷസേനൻ ഓവർ പവർ ചെയ്യുന്നുണ്ട്. നകുലനെ ശരിക്കും പരാജയപ്പെടുത്തുമ്പോഴാണ് വൃഷസേനൻ സ്വന്തമായി താൻ ഒരു വലിയ യോദ്ധാവാണെന്ന് വിശ്വസിക്കുന്നുവെന്ന് ബോറിയിൽ പറയുന്നുണ്ട്. അതായത് നകുലനെ പരാജയപ്പെടുത്തുന്ന ആ ഒരു ടൈമിൽ വൃഷസേനൻ വാസ് ഫീലിംഗ് പ്രൈഡ് എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് അത്ര രീതിയിൽ ഒരു സന്തോഷം ഉണ്ടായതായി വേറൊരു യുദ്ധത്തിനും പറയുന്നില്ല. സഹദേവനെ പരാജയപ്പെടുത്തുമ്പോഴും പറയുന്നില്ല, ദ്രുപദനെ പരാജയപ്പെടുത്തുമ്പോഴും പറയുന്നില്ല. എന്നാൽ നകുലനെ പരാജയപ്പെടുത്തി കഴിയുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഈ വൃഷസേനൻ. നകുലനെയും സഹദേവനെയും ഉപപാണ്ഡവന്മാരെയും പരാജയപ്പെടുത്തി നിൽക്കുന്ന വൃഷസേനനെ കണ്ട് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി പറയുന്നതായി ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: സീ പാർത്ഥ, ദ അട്രോസിറ്റീസ് ഓഫ് വൃഷസേനാസ് ഹാസ് കമ്മിറ്റഡ് ഓൺ യുവർ ബ്രദേഴ്സ്. അഭിമന്യൂസ് ഡെത്ത് ഈസ് യെറ്റ് ടു ബി അവെൻജ്ഡ്. അതായത്, അല്ലയോ പാർത്ഥ, നിന്റെ സഹോദരന്മാരെയും നിന്റെ മക്കളെയും അവൻ പരാജയപ്പെടുത്തി നാണം കെടുത്തുന്നത് നീ കാണുന്നില്ലേ? അതുകൂടാതെ തന്നെ അഭിമന്യുവിന്റെ മരണത്തിനുള്ള കടവും ഇപ്പോഴും അവശേഷിക്കുന്നു. ഇതെല്ലാം കേട്ടോ ഒരുമാതിരി വളരെ രീതിയിൽ റേജ്ഫുൾ ആയിട്ടുള്ള അർജുനൻ പിന്നീട് നമ്മുടെ വൃഷസേനന്റെ മുമ്പിലേക്കാണ് പോകുന്നത്. മഹാഭാരതം ഈ ഒരു യുദ്ധത്തെ പറ്റി വളരെയധികം വർണ്ണിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത് തന്നെ. അങ്ങകലെ നകുലനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ഗാണ്ഡീവത്തിന്റെ ഗർജനം വൃഷസേനൻ കേട്ടു. അവിടെ വെച്ച് സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി ഇങ്ങനെ പറയുന്നു. കൃഷ്ണൻ ചൂണ്ടിക്കാണിക്കുന്നു, അതാ വൃഷസേനൻ നിന്റെ സഹോദരന്മാരെ അപമാനിക്കുന്നു എന്ന്. ഇത് കേട്ട് സാക്ഷാൽ അർജുനൻ ഗാണ്ഡീവത്തിൽ നിന്ന് അർജുനന്റെ പിടി അങ്ങോട്ട് മുറുക്കുകയാണ്. കണ്ണുകൾ ജ്വലിക്കുകയാണ്. ഇന്ന് അവനെ ഞാൻ അവസാനിപ്പിക്കുമെന്ന് സ്വന്തമായി ശപഥം ചെയ്യുകയാണ് ഗാണ്ഡീവധാരി കുന്തിപുത്രൻ അർജുനൻ. ഇതെല്ലാം കണ്ട് ഒരു തരി പോലും ഭയക്കാതെ വൃഷസേനൻ ഒന്ന് കുലുങ്ങാതെ പോലും ഒരു അമ്പെടുത്ത് കൃഷ്ണാർജുനന്മാർക്ക് നേരെ എയ്യുന്നു. അനായാസമായി ഗാണ്ഡീവധാരിയായിട്ടുള്ള സവ്യസാചി അതിനെ എതിർക്കുന്നുമുണ്ട്. അങ്ങനെ അമ്പുകൾ ചിന്നിച്ചിതറുകയാണ് ആകാശത്തിൽ. അധികം സമയം കളയാതെ പാർത്ഥനായിട്ടുള്ള അർജുനൻ 3 അമ്പുകൾ തൊടുത്തുവിടുകയാണ് ഗാണ്ഡീവത്തിൽ നിന്ന്. ഒന്ന് വൃഷസേനന്റെ വില്ല് പിളർക്കുന്നു, മറ്റൊന്ന് അവന്റെ നെഞ്ചിൽ തറച്ചു കയറുന്നു, മൂന്നാമത്തേത് അവന്റെ രഥത്തിലെ കുതിരകളെ നശിപ്പിക്കുന്നു. വൃഷസേനൻ ഒട്ടും കുലുങ്ങാതെ തന്നെ രണ്ടാമത്തെ വില്ല് പെട്ടെന്ന് അങ്ങോട്ട് കയ്യിലെടുക്കുകയാണ്. മിന്നൽ വേഗത്തിൽ അമ്പുകൾ കൊണ്ടുള്ള ഒരു വർഷം തന്നെ അങ്ങോട്ട് നേരിട്ട് വിടുകയാണ് അർജുനന്റെയും കൃഷ്ണന്റെയും നേരെ വൃഷസേനൻ. അതുകൊണ്ട് അർജുനന് പരിക്കേൽക്കുന്നുമുണ്ട്. അർജുനന്റെ കവചം മേഞ്ഞു പോകുന്നു എന്നാണ് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ ഇതിനെ വർണ്ണിച്ച് പറയുന്നത്. എന്നിരുന്നാലും ഇന്ദ്രപുത്രൻ ഏറ്റവും ഉഗ്രരൂപത്തിലായിരുന്നു എന്നും അടിവരയിട്ട് അവിടെ പറയുന്നുണ്ട്. അർജുനൻ അവസാനം സഹികെട്ടിട്ട് രൗദ്രാസ്ത്രം പ്രയോഗിക്കുന്നു. ഒരു അമ്പടയാളം വൃഷസേനന്റെ വലത് കൈ തകർക്കുന്നു, മറ്റൊന്ന് അവന്റെ പരിചയെ തകർക്കുന്നു, 2 എണ്ണം അവന്റെ നെഞ്ചിൽ തുളച്ചു കയറുന്നു. അവസാനത്തെ ഹൃദയഭേദകമായ അമ്പടയാളം അവന്റെ ശരീരത്തിലൂടെ തുളച്ചു കയറുകയെന്നാണ് ബോറി ക്രിട്ടിക്കൽ എഡിഷൻ പറയുന്നത്. എന്നാൽ ഇതിന്റെ പല വിവർത്തനങ്ങളിലും, അതായത് KMGയിലൊക്കെ ഇതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് ഒരു ഡിവൈൻ സെലസ്റ്റിയൽ വെപ്പൺ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് ബാക്കിയുള്ള ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത്. എന്നാൽ ഇതിലും വേദന അർപ്പിക്കുന്ന ഒരു കാഴ്ചക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. അതെ, സ്വന്തം പിതാവായ അംഗരാജൻ വൈകർത്തനൻ കർണൻ. കർണൻ അത് അനുഭവപ്പെടുന്നു എന്നാണ് മഹാഭാരതം വർണ്ണിക്കുന്നത്. ഇങ്ങനെയാണ് കറക്റ്റ് പറയുന്നത്. കർണൻ അത് അനുഭവപ്പെടുന്നു. അവന്റെ ഹൃദയം മുറുകുന്നു. അവൻ മുകളിലേക്ക് നോക്കുന്നു. ചുണ്ടുകൾ വിറയ്ക്കുന്നു. അർജുനൻ എന്ന കൊടുങ്കാറ്റ് തട്ടിക്കൊണ്ടുപോയ മറ്റൊരു പ്രിയപ്പെട്ട ആത്മാവിനെ ഓർത്ത് വീണ്ടും കർണൻ വിതുമ്പുന്നു. റീജിയണൽ ടെക്സ്റ്റിലെ പല മഹാഭാരത ഗ്രന്ഥങ്ങളിലും ഇങ്ങനെ ഒരു കഥയുണ്ട്. അതായത് സഹദേവനെയും നകുലനെയും പരാജയപ്പെടുത്തിയ വൃഷസേനനെ ഭീമസേനൻ എതിരിടുന്നുണ്ടെന്ന്. എന്നാൽ ഭീമസേനനെ തോൽപ്പിക്കുന്നതായിട്ട് ഒരു മഹാഭാരത ഗ്രന്ഥത്തിലും പറയുന്നില്ല. ഭീമസേനൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, വൃഷസേനൻ എന്ന കർണപുത്രനെ ഞാൻ നിനക്ക് വിട്ടു തന്നിരിക്കുകയാണ്. അവന്റെ കാര്യം നീ നോക്കിക്കൊള്ളൂ, എനിക്ക് കൗരവന്മാരെ നശിപ്പിക്കണമെന്ന്. എന്നാൽ ഇതിന്റെ പല ആൾട്ടറേഷൻസ് ആയിട്ടുള്ള നോവൽസിൽ ഭീമസേനനെ വൃഷസേനൻ പരാജയപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊരു ഒതന്റിക് വേർഷൻസ് ഓഫ് മഹാഭാരതത്തിൽ പറയുന്നില്ല. ഭീമസേനൻ അർജുനനോട് ആവശ്യപ്പെടുന്നതായിട്ട് മഹാഭാരതം ഒതന്റിക് വേർഷനിൽ പറയുന്നുണ്ട്. അർജുന, നീ പോയി വൃഷസേനന്റെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു തരത്തിൽ. അല്ലാതെ ഭീമസേനനെ പരാജയപ്പെടുത്തിയത് കൊണ്ടാണ് അർജുനൻ വന്ന് വൃഷസേനനെ പരാജയപ്പെടുത്തി എന്നുള്ള ഒരു കാര്യം തെറ്റായ ഒരു അറിവാണ്.
വളരെ മിസ്അണ്ടർസ്റ്റുഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അതായത് നകുലനും സഹദേവനെ ഡിഫീറ്റ് ചെയ്യപ്പെട്ടു ആര്, വൃഷസേനാൽ. എന്നാൽ ഭീമസേനൻ ഇത് കണ്ടിട്ട് അർജുനനോട് പറയുകയാണ് ഉണ്ടായത്. ഭീമസേനനെ ഡിഫീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എടുത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പാണ്ഡവ സൈന്യത്തിലുള്ള പല സേനാനായകന്മാരും വൃഷസേനന്റെ ഈ പോരാട്ട വീര്യത്തെ കണ്ടിട്ട് പരാക്രമശാലി അല്ലെങ്കിൽ ഉഗ്രതേജസ് ഉള്ളവൻ എന്നാണ് അവർ വൃഷസേനനെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ അർജുനന് അമ്മാതിരി ഒരു ആങ്കർ, കറക്റ്റ് ബോറിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ ദ ഫൈനൽ മൊമെന്റ്സ് അർജുന റിയാക്ട്സ് വിത്ത് എക്സ്ട്രീം ആങ്കർ ആഫ്റ്റർ വൃഷസേന ഡിഫീറ്റ്സ് നകുല ആൻഡ് സഹദേവ എന്ന്. അതായത് തൻ്റെ അനുജന്മാരായിട്ടുള്ള നകുലനും സഹദേവനെയും പരാജയപ്പെടുത്തുമെന്ന് മാത്രം പറഞ്ഞാൽ പോലെ അപമാനിച്ച് പരാജയപ്പെടുത്തുന്നത് കണ്ട അർജുനന് ഇത്രയേറെ ദേഷ്യം വന്നിട്ടാണ്, ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇന്ദ്രപുത്രൻ ഉഗ്രരൂപത്തിലാണ് നിൽക്കുന്നതെന്ന് മഹാഭാരതം വർണ്ണിക്കുന്നത്. സോ അത്രയും ദേഷ്യം പിടിച്ച് നിൽക്കുന്ന അർജുനൻ, അതായത് അത്രയും പവർഫുൾ ആയിട്ടുള്ള, അതായത് മഹാഭാരതത്തിലെ നായകൻ എന്ന് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന പാർത്ഥന്റെ ആ ഒരു ഉഗ്രകോപത്തിന് ഇരയായിട്ട് അദ്ദേഹത്തിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക എന്ന് പറയാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു കൂസലുമില്ലാതെ കുലുങ്ങാതെ കൃഷ്ണാർജുനന്മാരെ കണ്ട് അവരുടെ നേരെ ശരവർഷം തന്നെ വെയിക്കുകയാണ് ഈ അംഗരാജൻ വൈകർത്തൻ കർണന്റെ പുത്രനായിട്ടുള്ള വൃഷസേനൻ. ആ ഒരു ഒറ്റ കാര്യം മതി ഈ ഒരു യോദ്ധാവിന്റെ റേഞ്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ. അതായത് മഹാഭാരതത്തിലെ ഏറ്റവും സർവ്വശ്രേഷ്ഠനായിട്ടുള്ള യോദ്ധാവിന്റെ മുൻപിൽ, അതും പരമേശ്വരനായിട്ടുള്ള സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി കാവൽ നിൽക്കുന്ന അർജുനന്റെ മുമ്പിൽ ഒരു കൂസലും കൂടാതെ തൻ്റെ അച്ഛനെ പോലെ തന്നെ സാമർഥ്യം പോരാട്ടവീര്യവും ഒരുപോലെ ചേർന്ന് കലർത്തി ശരവർഷങ്ങൾ എയ്യുവാൻ വേണം ഒരു റേഞ്ച്. ആ ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് മഹാഭാരതത്തിൽ അർഹിച്ച അംഗീകാരം കിട്ടാത്ത പോയ യോദ്ധാക്കളിൽ പ്രമുഖരായവരിൽ ഞാൻ ഈ വൃഷസേനെ ഉൾപ്പെടുത്തിയത്. ഇതേ വൃഷസേനെ പറ്റി അധികമാരും മഹാഭാരതത്തിൽ അങ്ങനെ എടുത്തു പറയുന്നില്ല. കേവലം 3 സന്ദർഭങ്ങളിലാണ് വൃഷസേനന്റെ ഈ ഒരു പോരാട്ട വീര്യത്തെക്കുറിച്ച് ഒരു സെന്റൻസ് രൂപേണ ബോറിയിൽ പറയുന്നത്. ഒന്ന്, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വാമി അർജുനനോട് പറയുന്നുണ്ട്, നകുല സഹദേവന്മാരെ പരാജയപ്പെടുത്തിയ കർണപുത്രനായ വൃഷസേനെ നീ കാണുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യവും. പിന്നീട് നകുലൻ പറയുന്ന ഒരു വാക്കുകളുണ്ട് ഈ വൃഷസേനെ പറ്റി: ഓ അർജുന, ഐ ഹാവ് ബീൻ വാങ്കിഷ്ഡ് ബൈ ദ സൺ ഓഫ് കർണ, സ്ലേ ദിസ് വിക്കഡ് വൺ ഹു ഹാസ് ഒപ്രസ്ഡ് യുവർ ബ്രദേഴ്സ് എന്ന്. അതായത്, അല്ലയോ ജ്യേഷ്ഠനായ അർജുനന, കർണപുത്രനായ ഇവനിൽ നിന്ന് ഞാൻ തോൽവി ഏൽക്കപ്പെട്ടു. നിന്റെ സഹോദരന്മാരെ പീഡിപ്പിച്ച ഈ ദുഷ്ടനെ കൊല്ലുക. ഇത് നകുലനും വൃഷസേനുമായിട്ടുള്ള യുദ്ധാവസാനന്തരം നമ്മുടെ നകുലൻ അർജുനനോട് പറയുന്ന വാക്കുകളാണ്. അതുകൂടാതെ അർജുനൻ വൃഷസേനെ പറ്റി പറയുന്ന ഒരു ഒറ്റ വാക്കേ ഉള്ളൂ, അദ്ദേഹത്തിന്റെ ശപഥം: എൻ്റെ സഹോദരന്മാരെ പീഡിപ്പിച്ച് ഇവനെ ഞാൻ ഇന്ന് യമലോകത്തിലേക്ക് അയക്കുമെന്ന്. സോ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹത്തിനെ പറ്റി വെർബലി മഹാഭാരതത്തിൽ കുറച്ച് കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ കൂടി നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം: ദ്രുപദൻ, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, ഉപപാണ്ഡവന്മാർ, നകുലൻ, സഹദേവൻ, ഇവരാണ് മഹാഭാരതത്തിൽ വൃഷസേനൻ നേരിട്ടിട്ടുള്ള പ്രമുഖരായിട്ടുള്ളവർ. ഇവരിൽ പറഞ്ഞ നകുലനും സഹദേവനും ദൃഷ്ടദ്യുമ്നനും ദ്രുപദനും ഒക്കെ ടോപ്പ് ടയർ വാരിയേഴ്സ് ആണെന്ന് പറയുന്നതിൽ ഒരു വ്യത്യാസവും ഇല്ലെന്ന് തന്നെ പറയാം. കട്ടായം പറയാൻ പറ്റുന്ന കാര്യങ്ങളാണിത്. ഇത്തരം ഒരു യോദ്ധാക്കളെ പരാജയപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു റേഞ്ച് വേണമെങ്കിൽ അതൊരു 1.5 യോദ്ധാവിനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കർണപുത്രന്റെ വീര്യത്തെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മഹാരഥനായിട്ടുള്ള കർണന്റെ പേഴ്സ്പെക്റ്റീവിൽ എഴുതി ചേർക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട്, എസ് സാവന്ത് അല്ലെങ്കിൽ ശിവാജി സാവന്തിന്റെ കർണൻ എന്ന് പറയുന്ന നോവൽ. ഈ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് മിക്ക ആൾക്കാരും ഈ വൃഷസേനൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ മെയിൻലി ഫോക്കസ് ചെയ്തുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. എന്നാൽ ഈ ഒരു നോവലിൽ മഹാഭാരതവുമായിട്ടുള്ള ഒരു യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നത് തന്നെയായിരിക്കും വ്യക്തം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ MG എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ആ ഒരു എഴുത്തുകാരൻ എഴുതിയ ഒരു 1.5 ഐറ്റം തന്നെയാണ് രണ്ടാം ഊഴവും നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ ബുക്കായിട്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു രണ്ടാം ഊഴത്തിൽ ഭീമന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് MT വാസുദേവൻ നായർ സാറ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ കർണന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് എഴുതിയ ബുക്കാണ് എസ് സാവന്തിന്റെ കർണൻ എന്ന് പറയുന്ന ആ ഒരു നോവൽ. അതിൽ വൃഷസേനെ പറ്റി വളരെയധികം ഗ്ലോറിഫൈ ചെയ്ത് പറയുന്ന കുറേ കഥകളുണ്ട്. അതിലൊന്നാണ് സാക്ഷാൽ അഭിമന്യുവുമായിട്ടുള്ള ഒരു പോരാട്ട വീര്യവും അദ്ദേഹവുമായിട്ടുള്ള യുദ്ധവും. ഇതെല്ലാം ഇച്ചിരിയും കൂടി ഗ്ലോറിഫൈ ചെയ്താണ് കർണൻ എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതൊന്നും തന്നെ ബോറി ക്രിട്ടിക്കൽ എഡിഷനിലോ KMG മഹാഭാരതത്തിലോ പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് റീജിയണൽ ടെക്സ്റ്റ് ആയിട്ടുള്ള മഹാഭാരതത്തിൽ പറഞ്ഞ കാര്യങ്ങളും അതുകൂടാതെ തന്നെ ഒത്തൻറ്റിക് വേർഷൻസ് ഓഫ് മഹാഭാരതമായിട്ടുള്ള ബോറി ക്രിട്ടിക്കൽ എഡിഷനോ അല്ലെങ്കിൽ KMG മഹാഭാരതത്തിലോ പറയുന്ന കാര്യങ്ങൾ വെച്ച് കോർത്തിണക്കിയ ഒരു വീഡിയോ ആയിരിക്കും വൃഷസേനെ പറ്റി എന്ന് ഞാൻ എടുത്ത് ആദ്യം തന്നെ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ തെറ്റുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. എന്നിരുന്നാലും ഒറിജിനൽ വേർഷൻസ് ഓഫ് മഹാഭാരതത്തിൽ പറയുന്ന ഈ യോദ്ധാക്കളെ
അതായത് നകുലൻ, സഹദേവൻ, ദ്രുപദൻ, പാഞ്ചാല നരേശനായിട്ടുള്ള മഹാമയനായിട്ടുള്ള ദ്രുപദൻ്റെ മകനായിട്ടുള്ള ദൃഷ്ടദ്യുമ്നനെ പോലെ തന്നെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ വാർഫെയറിൽ അതുല്യനായിട്ടുള്ള ശിഖണ്ഡി, അതുകൂടാതെ തന്നെ ഉപപാണ്ഡവന്മാർ ആ 5 പേരെയും ഡിഫീറ്റ് ചെയ്തു എന്ന് തന്നെയാണ് ഒത്തൻറ്റിക് മഹാഭാരതം പറയുന്നത്. ഇതിൽ ഭീമൻ്റെ കാര്യമില്ല കേട്ടോ, ഭീമൻ്റെ ആ ഒരു സ്റ്റോറി ആഡ് ഓൺ ആണ്. ബാക്കിയുള്ള ഈ പറഞ്ഞ എല്ലാ ആൾക്കാരെയും, ഞാനിപ്പം വൃഷസേനൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എല്ലാ മേജർ ഇൻസിഡൻസും ഏറ്റവും വലിയ കോമ്പാക്ട്സും അദ്ദേഹത്തിനെ പഠിപ്പിച്ചതാരാണ്, അദ്ദേഹത്തിൻ്റെ ലീനിയേജ്, ലെഗസി ഉള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ബോറിനെയും KMGനെ ആധാരമാക്കിക്കൊണ്ടുള്ള റീജിയണൽ ടെക്സ്റ്റുകളിലെയും ആധാരമാക്കിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരം ഒരു യോദ്ധാവ് തികച്ചും അണ്ടർ റേറ്റഡ് ആണെന്ന് നിസ്സംശയം നമുക്ക് പറയുവാനാകുമെന്നുള്ളത് ഉറപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. സോ എന്നിരുന്നാലും നിങ്ങൾക്ക് പറയുവാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂടി അത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. സോ ഇനിയും മഹാഭാരതത്തിലെ ഓരോ മൈനർ ക്യാരക്ടേഴ്സ് തുടങ്ങിയിട്ട് ഏറ്റവും വലിയ എസ്തേർ മഹാരഥന്മാരായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരെ അനലൈസ് ചെയ്തിരിക്കുന്ന ഈ ഒരു വീഡിയോ സീരീസ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുവരെ സുഖനിദ്ര.